പാവയ്ക്ക മാങ്ങ മപ്പാസ്. ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കയും മാങ്ങയും കൊണ്ടുള്ള ഒരു കറിയാണേ. പാവയ്ക്കയും മാങ്ങയും തേങ്ങാപ്പാലൊഴിച്ച് വെക്കുന്ന ഒരു കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാവയ്ക്ക, ഒരു മാങ്ങ, ഒരു സവോള, പച്ചമുളക്, ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. സവോള നീളത്തിൽ അരിയാവേ. സവോള അരിഞ്ഞു കഴിഞ്ഞു. ഇനി പച്ചമുളക് അരിയാവേ. ഇത് പച്ചമുളകല്ല, ഇവിടുത്തെ കാന്താരി മുളകാണ്. നീളത്തിലുള്ള കാന്താരി മുളക് എരിവുള്ളതാണ്. അപ്പം പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞിടുക, അല്ലെങ്കിൽ കാന്താരി മുളക്. ഇങ്ങനെ അറ്റം മാത്രം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു. ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണേ. ഇനി പാവയ്ക്ക അരിഞ്ഞെടുക്കാം. പാവയ്ക്കകത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇനി മാങ്ങ തൊലി ചെത്തി മാങ്ങയും കൂടി അരിഞ്ഞെടുക്കാം. അങ്ങനെ പാവയ്ക്ക, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, മാങ്ങ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ചട്ടി അടുപ്പേ വെച്ചു. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് പാവയ്ക്കായിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്രൈ ആക്കണ്ട, എന്നാലും അതിനനുസരിച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിളക്കി ഒന്ന് ചെറുതീയിൽ മൂടി വെച്ചേക്കുവാണ്. തുറന്ന് നോക്കി ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുമുണ്ട്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി തേങ്ങയുടെ രണ്ടാം പാലൊഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഏകദേശമൊക്കെ വെന്തതാണ്, എന്നാലും രണ്ടാം പാലിനകത്ത് കിടന്നൊന്ന് വെന്ത് വറ്റി വരട്ടെ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പച്ചമാങ്ങ അരിഞ്ഞു വെച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. മാങ്ങയ്ക്ക് ഇച്ചിരി വേവുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നൊന്ന് വെന്ത് രണ്ടാം പാലൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് അടച്ചു വെക്കാം. കറി ഒന്ന് തുറന്ന് നോക്കി ഇളക്കി മൂടി വെച്ചു. ഇച്ചിരി നേരം കൂടെ പറ്റാനുണ്ട് കേട്ടോ. ഇച്ചിരി നേരം കഴിഞ്ഞ് ഒന്നുകൂടെ തുറന്ന് നോക്കാം. വീണ്ടും ഒന്ന് തുറന്ന് നോക്കി. ഉണ്ടോ, പറ്റിയിട്ടുണ്ടേ. ഇനി നമുക്ക് മാങ്ങ വെന്തോന്നൊന്ന് നോക്കാം. ഉണ്ടോ, മാങ്ങായും വെന്തിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടെ അടച്ചു വെക്കാം. ഇച്ചിരി കൂടി ഒന്ന് പറ്റിക്കോട്ടെ കേട്ടോ. വെന്തിട്ടൊക്കെ ഉണ്ട്. ഒന്നാം പാൽ ഒഴിക്കാനുള്ളതല്ലേ, ഇച്ചിരി കൂടി ഒന്ന് പറ്റിക്കോട്ടെ. ഇപ്പോൾ കറി നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പറ്റിക്കുറുകി വന്നിട്ടുണ്ട്. ചാറിന് ആവശ്യമനുസരിച്ച് വറ്റിക്കാവുള്ളൂ കേട്ടോ. ചാറ് കൂടുതൽ വേണമെങ്കിൽ ഇത്രയും വറ്റിക്കണ്ട.
ഇനിയിപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള ഒന്നാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. ഒന്നാം പാൽ കട്ടിക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടായി വന്നാൽ മതി, തിളയ്ക്കണ്ട കേട്ടോ. ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഉപ്പൊക്കെ പാകമാണോന്ന്. അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പാവയ്ക്ക മാങ്ങാക്കറിക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് വേണ്ടത്. പാവയ്ക്കയ്ക്ക് എന്തായാലും നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്ന ഉപ്പും പുളിയും വേണമല്ലോ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ചേർക്കണം. നല്ലപോലെ എരിവുള്ള പച്ചമുളകും ചേർക്കണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ മിനുക്ക് പണിയായിട്ടുള്ള പച്ചക്കറി വേപ്പില അതും കൂടി ഇതിനകത്തോട്ടിട്ടു. അതിനുശേഷം കറി മൂടി വെച്ചു. ഇതോടെ നമ്മുടെ കറി ഫിനിഷായി കേട്ടോ. ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇനി ഞാൻ കടുകൊന്നും വറക്കുന്നില്ല. വേണ്ടവർക്ക് കടുക് വറുത്ത് ഉപയോഗിക്കാം. ആദ്യം ഇത് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുത്തുകൊണ്ട് ഞാൻ ഇനിയും കടുകൊന്നും വറക്കുന്നില്ല. അപ്പോൾ ഈ കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.